ലൂസിഫർ എന്ന ചിത്രം യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരും ഒരേപോലെ സ്വീകരിച്ചതായിരുന്നു. എന്നാൽ എമ്പുരാൻ അങ്ങനെയല്ല. ചില പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനും തന്റെ രാഷ്ട്രീയവും നിലപാടുകളും തുറന്നു പറയാനും പൃഥ്വിരാജും മുരളി ഗോപിയും സിനിമയെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇത്തരത്തിൽ ഒരു കഥ പറയാൻ മോഹൻലാൽ എന്ന മനുഷ്യനെ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് മോഹൻലാലിന്റെ ഫാൻസ് പോലും പറയുന്നത്. എമ്പുരാൻ എന്ന ഒരു പക്ക വർഗീയ സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കാൻ തോന്നിയതിൽ അത്ഭുതം തോന്നുന്നു. ലൂസിഫറിന്റെ പ്രഭ നശിപ്പിച്ച് രായ്പൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പക്ഷെ വില കൊടുക്കേണ്ടി വന്നത് മോഹൻലാൽ എന്ന മഹാനടനാണ്. മോളിവുഡിലെ വലിയ മാസുകളിൽ ഒരാളായ മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അത് അതിരുകൾ ഭേദിച്ചു. ലൂസിഫർ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രണയത്തിലായി. അതിന്റെ പാളികളായ കഥാതന്തു കാരണം പ്രേക്ഷകർക്ക് ഓരോ തവണ വീണ്ടും കാണുമ്പോഴും പുതിയ വിശദാംശങ്ങൾ കണ്ടെത്താൻ സഹായിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ലൂസിഫറിന്റെ തുടർച്ചയായ എമ്പുരാന്റെ വലിയ ബജറ്റിലും വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ആരാധകർ തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത പല ചരിത്ര സത്യങ്ങളും വളച്ചൊടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ സന്തോഷിപ്പിക്കാനായി എടുത്ത ഒരു ചിത്രം മാത്രമാണ് ഇത് എന്നാണ് മോഹൻലാൽ ആരാധകർ പോലും പറയുന്നത്. ചിത്രത്തിൽ ഗോത്ര തീവെപ്പിനെയും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപത്തെയും വക്രീകരിച്ച് തീവ്രവാദികളെ ന്യായീകരിക്കുന്ന പലതുമാണുള്ളത്. ചിത്രത്തിലെ പ്രൊപ്പഗണ്ട മനസ്സിലാക്കി ടിക്കറ്റ് ക്യാൻസൽ ക്യാമ്പയിൻ നടന്നു വരികയാണ്. PFI പോലുള്ള സംഘടനകളെയും ISA പോലുള്ള ബാഹ്യശക്തികളെയും വെള്ളപൂശാനുള്ള ചിലരുടെ ശ്രമമാണോ ഇത് എന്നും പരിശോധിക്കപ്പെടണം. രാജ്യദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. തെറ്റായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്ത് തെറ്റായ സന്ദേശം പ്രചരിക്കാനാണ്. യഥാർത്ഥ ജനവിധികളെ ചെറുതാക്കാനുള്ള ചില കേന്ദ്രങ്ങളിലെ ചിന്തകളും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം. അഭിനേതാക്കളും പ്രമേയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവേണ്ടതാണ്. ഹിന്ദുക്കളിൽ മഹിരാവണനും ഇസ്ലാമിൽ ഇബിലീസും ക്രിസ്ത്യാനികളിൽ ലൂസിഫറും ഒക്കെ ശരി തന്നെ. പക്ഷെ രാജപ്പന്റെ ആ കളി ഇവിടെ വേണ്ട. ഗോത്ര തീവെപ്പിനെ കുറിച്ച് കുറിപ്പുമായി എഴുത്തുകാരൻ ജിതിൻ ജേക്കബ് രംഗത്തെത്തിയിരുന്നു. ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ, വസ്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധമുയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നത് എന്നത് ചരിത്ര സത്യം തന്നെയാണ്. ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘം ഉണ്ടാകുമെന്ന വിശ്വാസമാണെന്നും അദ്ദേഹം പറയുന്നു. നമുക്ക് ആ കുറിപ്പൊന്ന് നോക്കാം. ഖത്തറിലെ മുഴുവൻ എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സിനിമയുണ്ടാക്കിയാലും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു കാര്യം ഉറപ്പാണ്: സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയെ ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ 1000 മടങ്ങായി തിരിച്ചു കിട്ടും. അതിപ്പോൾ ഗുജറാത്തിലാണെങ്കിലും നാഗ്പൂരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും ഇസ്രയേലിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇത് മുന്നറിയിപ്പോ സന്ദേശമോ അല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെയും ഇങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും. നിരപരാധികളായ സാധാരണ മനുഷ്യരെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കും. അവരുടെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും തീയിടും. സ്ത്രീകളെ ഉപദ്രവിക്കും. വനിതാ പോലീസുകാരെ പോലും വെറുതെ വിടില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്യും. എന്നിട്ട് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആക്രമണം നടത്തുന്നവർ മാത്രമല്ല ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുന്നത് എന്ന് കൂടിയാണ്. KK മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടിയായിരുന്നു എന്നത്. ട്രെയിനിൽ പോയിരുന്ന സാധാരണ മനുഷ്യർ, അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനതയും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതിയത്? നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, വ്യാജ പ്രചരണം നടത്തിയ ആളുകളെ ഇളക്കിവിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ സ്ഥാപനങ്ങൾ ആക്രമിച്ചു, വീടുകൾ കൊള്ളയടിച്ചു. അക്രമം നിയന്ത്രിക്കാൻ എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി വരെ ആക്രമിച്ചു. ഇപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം എന്താകും? അഹിംസയുടെ ബാനറും ഉയർത്തി രഘുപതി രാഘവ രാജാറാം പാടി എത്ര വേണമെങ്കിലും ആക്രമിച്ചോ, എത്ര വേണമെങ്കിലും കൊള്ളയടിച്ചോ, എത്ര വേണമെങ്കിലും സ്ത്രീകളെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതുന്നത്? നാഗ്പൂരിലും അവർ ഒരു പൂ ചോദിച്ചു, തിരിച്ചൊരു പൂന്തോട്ടം തന്നെ കിട്ടി. ഒരു പ്രകോപനവും ഇല്ലാതെ സാധാരണക്കാരെ ആക്രമിച്ചിട്ട്, സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട്, വസ്തുവകകൾ കൊള്ളയടിച്ചിട്ട്
ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുമ്പോൾ അതിന്റെ 1000 മടങ്ങ് തിരിച്ചടി ഉണ്ടാകും. അതൊരു പ്രകൃതി നിയമം തന്നെയാണ്. ഇസ്രയേലിൽ കയറി 1500 സാധാരണക്കാരെയാണ് കൂട്ടക്കൊല ചെയ്തത്. അവരൊക്കെ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട്, കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊന്നിട്ട് ആ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത തീവ്രവാദികളും പുറമെ മതേതരത്വം പറഞ്ഞ് നടക്കുന്നവരും ആഹ്ലാദിച്ചപ്പോൾ അവരെ പോരാളികൾ എന്ന് വിളിച്ച മനോരമയടക്കമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഓർത്തില്ലേ, കല്ലിന് മേൽ കല്ല് ശേഷിക്കാതെ ഇസ്രയേൽ എല്ലാം തച്ചുടയ്ക്കുമെന്ന്. നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ആഘോഷിച്ച പലസ്തീൻ ജനത ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും ഉയർത്തി എങ്ങനെയും ഇതൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് അവർക്ക് പശ്ചാത്താപം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ഉണ്ടായാൽ ഫാസിസം, ന്യൂനപക്ഷ ആക്രമം, മനുഷ്യാവകാശ ലംഘനം, വംശീയ ഉന്മൂലനം എന്നൊക്കെ പറഞ്ഞു നിലവിളിച്ചാൽ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുന്ന മാധ്യമങ്ങളുടെയും തീവ്രവാദത്തിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ഐക്യരാഷ്ട്രസഭയുടെയും തീവ്രവാദി സംഘടനകളുടെ നാക്കായ മനുഷ്യാവകാശ സംഘടനകളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകും. തിരിച്ചടി പെട്ടെന്ന് നിൽക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. അതാണ് ഗസയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ കരുണയേക്കാൾ നീതിയാണ് നടപ്പിലാകുക. ഞങ്ങൾ വെറും 1500 പേരെയല്ലേ തീവ്രവാദി ആക്രമണം നടത്തി കൊന്നുള്ളൂ, അതിന്റെ തിരിച്ചടിയായി ഞങ്ങളുടെ 50,000 പേരെ നിങ്ങൾ കൊന്നില്ലേ? ഞങ്ങളുടെ നാടിനെ കല്ലിന് മേൽ കല്ല് ശേഷിക്കാതെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? നിങ്ങൾക്ക് മാനവികതയുണ്ടോ? നിങ്ങൾ അക്രമം നിർത്തൂ, സമാധാനമല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥിരം ഇരവാദം ഇനി ഒരിക്കലും നടക്കില്ല. അതല്ലേ സ്വാഭാവിക നീതി. കലാപങ്ങളും യുദ്ധങ്ങളും തനിയെ ഉണ്ടാകുകയല്ലോ, ഉണ്ടാക്കുകയല്ലേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യും എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിക്കാതിരിക്കുക. നിങ്ങൾ ആക്രമിച്ചിട്ട് അതിനുള്ള മറുപടി 100 ഇരട്ടിയായി തിരികെ കിട്ടുമ്പോൾ മോങ്ങിയിട്ട് എന്ത് കാര്യം? സിനിമയുടെ ലക്ഷ്യം തീവ്രവാദികളെ വെളുപ്പിക്കലാണെങ്കിലും അല്ലെങ്കിലും കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു, ആരുണ്ടാക്കുന്നു എന്നതുമൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ. തീവ്രവാദത്തെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തത് സംഘപരിവാറിന് കൂടുതൽ കരുത്ത് നൽകുകയുള്ളൂ. ഒരു പ്രകോപനവും ഇല്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ, വസ്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഉയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നത് എന്നത് ചരിത്ര സത്യം തന്നെയാണ്. ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘം ഉണ്ടാകുമെന്ന വിശ്വാസം. നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ നീതി നടപ്പാക്കുക തന്നെ വേണം. അതാണ് ലോകനീതി. വീണ്ടും പറയുന്നു, ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് 1000 സിനിമകൾ ഉണ്ടാക്കി വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇരവാദം ഉയർത്തി എത്ര നിലവിളിച്ചാലും ഒരു കരുണയും ഉണ്ടാകില്ല. നീതി നടപ്പാകുക തന്നെ ചെയ്യും. മൂന്നാം പാർട്ടിന്റെ കഥ ഏറെക്കുറെ ഇതായിരിക്കും. ഇസ്രയേലിൽ കയറി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഹമാസ് തീവ്രവാദി ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ആ തീവ്രവാദിയുടെ മകൻ തന്റെ കുടുംബത്തെ അനാഥമാക്കിയ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നു.